അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അവതാരത്തിനെ കാണിച്ചിട്ടെ ഞാൻ കാണു. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. യു പിയിലെ പ്രയാഗ്രാജിലാണ് സംഭവം. യു പി പോലീസിലെ ചന്ദ്രദീപ് നിഷാദാണ് പുതിയ താരം. നാടാകെ പ്രളയഭീതി. ചന്ദ്രദീപിന്റെ വീടിന്റെ മുറ്റം വരെ വെള്ളം നിറഞ്ഞു. താഴത്തെ നിലയിൽ താമസിക്കാനാകാത്ത വെള്ളപ്പൊക്കം. പാലും പൂക്കളുമായി പോലീസ് യൂണിഫോമിൽ ഒരു വരവ്. ഗംഗാമാതാവിന് ഇത്തിരി പൂക്കളും ഒരു കുടം നിറയെ പാലും. ധന്യനായ പോലീസുകാരനെ പിന്നെ കാണുന്നത് വീട് മുങ്ങിയ നിലയിൽ. എന്നിട്ടും മാറ്റമില്ല. യൂണിഫോം അഴിച്ചുവെച്ച് ഗംഗാനദിയിൽ വീടിനകത്ത് നിന്നൊരു സ്നാനം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്ന് ചോദിക്കുന്നവരും ഭാഗ്യവാനെന്ന് പറയുന്നവരും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. വെറുതെയാണോ യു പിയിലൊക്കെ യോഗിയൊക്കെ വീണ്ടും വീണ്ടും ജയിച്ച് പോകുന്നത്? ഇമ്മാതിരി ഓരോ പടപ്പുകളും കുരിപ്പുകളും ഇല്ല നാട്ടിലുള്ളത് അല്ലേ? നമ്മുടെ നാട്ടിലെ സുരേന്ദ്രനും അതുപോലെ ഷോണനും പിന്നെ എന്താണ് പുതിയൊരുത്തനുള്ള അനൂപും ഇവനൊക്കെ അങ്ങ് യു പിയിലോട്ട് നോക്കി പഠിക്കുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കി. നാളെ നമ്മുടെ നാട്ടിലെ ഭാരതപ്പുഴ അല്ലെങ്കിൽ ചാലിയാറൊട്ട് അങ്ങനെ കര കവിഞ്ഞൊഴുകി വരുന്ന സമയത്തെ ഇതുപോലെ ഇച്ചിരി പാലും പഴമൊക്കെ കൊടുത്തിട്ട് 2 പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണേണ്ടി വരും നമ്മൾ. അന്ന് ഉമ്മമാരൊക്കെ തന്നെ പറഞ്ഞാൽ മതി. ഇത്രയും വലിയ ഊളകളെ നമ്മുടെ നാട്ടിൽ ഇരുത്തിട്ട് ഈ പറഞ്ഞ യു പിയിലോട്ട് ഊമ്പി എമ്മാതിരി പരിപാടി കാണിക്കുക അല്ലെങ്കിൽ ഇത് നോക്കുക എന്ന് പറഞ്ഞ യു പിയിലെ ആൾക്കാരുടെ റോഡുകളുടെ ഗുണനിലവാരം, യു പിയിലെ ആളുകളുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം, യു പിയിലെ ആളുകളുടെ ജീവിതത്തിന്റെ ഹയർ ക്ലാസിന്റെ ഗുണനിലവാരമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഈ ഊച്ചാളികളായിട്ടുള്ള സംഘി നേതാക്കന്മാർ പറയുന്നുണ്ട് അങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അവിടെ BJP ജയിക്കുന്നത്? അത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ ഈ ചോറ് തിന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കൊണ്ട് നിങ്ങൾ ചോറൊക്കെ തിന്നൽ നിർത്തിയിട്ട് ഇച്ചിരി ചാണകമൊക്കെ വാരി തിന്ന് പശുമൂത്രമൊക്കെ കുടിക്കുക. അതുപോലെ തന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ നിർത്തിയേക്കുക. കുറച്ച് അന്ധഭക്തരായിട്ട് അങ്ങ് ജീവിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളം ഇതുപോലെ ഒരു UP ആക്കി മാറ്റാം എന്നാണ് നമ്മുടെ BJP നേതാക്കൾ രായ്ക്ക് രാമായണം പറഞ്ഞു തരുന്ന കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ. യു പിയിൽ ഇതൊന്നും വലിയ കാര്യമില്ലാന്ന് നമ്മളിപ്പോൾ കണ്ടത്. പ്രയാഗ്രാജില് ഗംഗാനദി ഒഴുകുകയാണ്. അതായത് പ്രളയം കാരണം കരകവിഞ്ഞൊഴുകുകയാണ്. ആദ്യത്തെ ദിവസം സ്വന്തം വീടിന്റെ പടിക്കൽ വരെ എത്തി. അന്ന് പാലും പഴവും പൂക്കളൊക്കെ കൊടുത്തിട്ട് പൂജ നടത്തി. 2ാമത്തെ ദിവസം വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ക്രോസ് ചെയ്തു. അപ്പൊ അത് വീട് അതായത് ഇന്നലെ ഇട്ട പൂവിന്റെയും പാലിന്റെയും പഴത്തിന്റെയും ഒക്കെ ഇതായിട്ട് ഗംഗാദേവി കൂടുതലായിട്ട് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തിട്ടാണ് നെക്സ്റ്റ് ഡേ വീടിന്റെ ഫുൾ നിലങ്ങ് പൊന്തിയത്. അതിൽ കുളിച്ച് അതിൽ സ്നാനം ചെയ്തിട്ട് നമ്മുടെ എന്തായിരുന്നു കുംഭമേളക്ക് സ്നാനം ചെയ്ത ആ പരിപാടി സ്വന്തം വീടിന്റെ അകത്തോട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. പ്രയാഗ്രാജിൽ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. അതിന് പകരം ഗംഗാനദി സ്വന്തം വീട്ടിലോട്ട് വന്നു. അവിടെ തന്നെ സ്നാനം ചെയ്തിട്ട് പൂർണ്ണമായിട്ടുള്ള ദിവ്യത്വം നേടിയിട്ട്, അല്ലെങ്കിൽ ഹജ്ജിനുമായിട്ട് നമ്മൾ ഇത് പറയുമല്ലോ, നമ്മുടെ പാപങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ പൂർണ്ണ ഒരു പരിശുദ്ധ ആത്മാവായിട്ട് നമ്മൾ ജീവിക്കുക. അപ്പോഴേക്കും വീടിന്റെ അടി വരെ അല്പം ഇതായി പോയിട്ടുണ്ടാവും, ഗംഗാനദി കൊണ്ടുപോയിട്ടുണ്ടാവും. വീടിന്റെ സകല സാധനങ്ങളും ഗംഗാനദി കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നാലും എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭക്തിനെ കുറ്റം പറയുന്നില്ല, അന്ധഭക്തരെ പിന്നെ എന്ത് പറയാനല്ലേ? ഇത്തരത്തിൽ അന്ധഭക്തരുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കേരളം അങ്ങ് മാറി, അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളും അങ്ങ് മാറി നോർത്ത് ഇന്ത്യയിലോട്ട് നേതാക്കന്മാർക്കും ബോധമില്ല, നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനത്തെ കാരണങ്ങൾ കേൾക്കുന്ന ഈ വക വാണങ്ങൾക്കും ബോധമില്ലാത്തത് കൊണ്ട് അവിടെ എപ്പോഴും BJP വീണ്ടും ഭരിച്ചു വരുന്നു, അല്ലെങ്കിൽ വീണ്ടും BJP നേതാക്കൾ ജയിച്ചുകൊണ്ട് വരുന്നു. ഒരിക്കലും നമ്മൾ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ആൾക്കാർക്ക് ബോധമില്ലേ, വിവരമില്ലേ, ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഈ BJP ഭരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ അവസ്ഥ അധോഗതിയിലോട്ടാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പ്രത്യേക മുതലാളി വർഗത്തിന് മാത്രം കിട്ടുന്ന പല ആനുകൂല്യങ്ങളും കാണിച്ച് ഇന്ത്യയുടെ ഉയർച്ച കാണിച്ചു തരുന്ന BJP നേതാക്കൾ എന്തുകൊണ്ടാണ് വീണ്ടും അവിടെ ജയിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. പോലീസുകാരനാണ്, SI ആണ്,
SI ആണോ ഞാൻ അതിൻ്റെ മേലത്തെ വല്ല പോസ്റ്റാണോ പോസ്റ്റിങ്ങിലുള്ള ആളാണോ അറിയില്ല. ഇത്തരത്തിലുള്ള ചിന്തകളും വിവരങ്ങളും ബുദ്ധിയും ഒക്കെ ഉള്ളവർക്കുള്ളത് കൊണ്ട് നമ്മൾ പല പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ, ചാണകം തിന്നുന്നതും പശുവിൻ്റെ മറ്റേ ഇവിടെ പോയിട്ട് എന്താ അതിന് പറയാ, പശുവിൻ്റെ അപ്പി നേരിട്ട് പശുവിൻ്റെ അടുത്ത് കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത്ര ബോധവും വിവരമൊക്കെ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിലെ ഏതായാലും എനിക്ക് ഉത്തരാഖണ്ഡിലെ ഏതൊരു IIT-യിലിട്ടല്ലേ ഒരു IIT ഡയറക്ടർ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അതായത് സ്വന്തം അച്ഛൻ്റെ പനി വരെ മാറിയത് ചാണകം നിന്നിട്ടാന്ന് പറഞ്ഞാൽ, അല്ലെ പശുവിൻ്റെ മൂത്രം രാവിലെ കുടിച്ചിട്ടാന്ന് പറഞ്ഞ IIT ഡയറക്ടർ വരെയുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ താടിജി ഒന്നും പേടിക്കണ്ട, താടിജിയുടെ അനുയായികൾ പേടിക്കണ്ട, നമ്മുടെ സംഘപരിവാണങ്ങൾ എന്നും ജയിച്ചെന്നിരിക്കും. ഇത്രയൊക്കെ അവർക്ക് അത്രയേ ഉള്ളൂ. അവരുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലും ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് ഇപ്പറഞ്ഞ രാമനും അല്ലെങ്കിൽ കൃഷ്ണനും അല്ലെങ്കിൽ ബ്രഹ്മാവോ ദൈവമോ ആരോ ശിവനോ ആരും അവർക്ക് കൊടുത്തിട്ടുമില്ല, ഇങ്ങോട്ട് കൊടുക്കാൻ പോലുമില്ല.